മുഴക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ തക്ബീറിനെ അക്ഷരങ്ങളിൽ മാത്രമല്ല നാം നമ്മുടെ നാവുകളിലേക്ക് കൊണ്ടുവരുന്നത്, അതിന്റെ ആശയത്തെയും അതിന്റെ വിപ്ലവ മൂല്യങ്ങളെയും കൂടിയാകണം, അത് ഉയർത്തുന്ന സന്ദേശത്തെ കൂടിയാകണം. ഇബ്രാഹിം മുഴക്കിയ തക്ബീറാണ് നാം മുഴക്കുന്നത്. അതേ തക്ബീറാണ് പള്ളിയിലെ ഒരു പാവം മുല്ല മുഴക്കുന്നത്. അതേ തക്ബീറാണ് ചരിത്രത്തിൽ അക്രമികളായ ഭരണാധികാരികൾക്ക് കൂട്ടുനിന്നിട്ടുള്ള മതപുരോഹിതന്മാർ മുഴക്കിയത്. മുല്ലാക്കി അസാനൗർ, മുജാഹിദ് കി അസാനൗർ. വാക്കുകളിൽ വ്യത്യാസമില്ല, അക്ഷരങ്ങളിൽ വ്യത്യാസമില്ല. പക്ഷെ ധീരനായ ഒരു പോരാളിയുടെ തക്ബീറും, ആ പോരാളി ഏതൊരു തിന്മക്കെതിരെയാണോ പോരടിക്കുന്നത്, ആ തിന്മയുടെ കാവലാളുകളായ തിന്മയുടെ ശക്തികൾക്ക് വേണ്ടി തക്ബീർ മുഴക്കുന്ന മതപുരോഹിതന്റെ തക്ബീറും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൊണ്ട് വേണം ബലിപെരുന്നാളിന്റെ ആവേശത്തിൽ നാം തക്ബീർ മുഴക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇബ്രാഹിം നബിയുടെ മാതൃകയുണ്ട്, ഇസ്മായിൽ നബിയുടെ മാതൃകയുണ്ട്, ഹാജറ ബീബിയുടെ മാതൃകയുണ്ട്, അത് ഏറ്റുവാങ്ങിയ കോടാനുകോടി മനുഷ്യരുടെ മാതൃകയുണ്ട്. എന്തിനാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്? എന്തിനാണ് ഈ കുടുംബത്തെ കുറിച്ച് പറയുന്നത്? അത് കഥാപ്രസംഗത്തിന് വേണ്ടിയല്ല, അത് ചരിത്രം ഓർക്കാൻ വേണ്ടിയല്ല, അതൊരു കഥ കേൾക്കാൻ വേണ്ടിയല്ല, മറിച്ച് കദ്കാനത്തിലക്കും ഫീ ഇബ്രാഹീമ, ഇബ്രാഹീമിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, അതിമഹത്തായ മാതൃകയുണ്ട്. കദ്കാനത്തിലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീം, ഇബ്രാഹീമിൽ നിങ്ങൾക്ക് അതിസുന്ദരമായ ജീവിത മാതൃകയുണ്ട്. ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ മാതൃകയെ സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ഈദുൽ അദ്ഹ അർത്ഥവത്തായി തീരുന്നത്. ഞാൻ ഇബ്രാഹിം ആകുമ്പോൾ, എന്റെ മകൻ ഇസ്മായിൽ ആകുമ്പോൾ, എന്റെ ഭാര്യ ഹാജറയാകുമ്പോൾ, നമ്മുടെ കുടുംബം ഇബ്രാഹിമി കുടുംബത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്ന് ആലോചിക്കുക. കുടുംബത്തെ ഇബ്രാഹിമി കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഈദുൽ അദ്ഹക്ക് അർത്ഥമുണ്ടാകുന്നു. പഠിക്കാനും പകർത്താനും ആ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ചരിത്രം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ എടുത്തു നോക്കിയാൽ നിയമവിധികളും ഹലാൽ ഹറാമുകളെ കുറിച്ച ചർച്ചകളുമല്ല കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ചരിത്രമാണ്. എന്തിന് ചരിത്രം പറയുന്നു? അത് ജീവിതത്തിൽ പാഠമാക്കാൻ, പകർത്താൻ വേണ്ടി. കഴിഞ്ഞുപോയ തലമുറകളുടെ ഉത്ഥാന പതനങ്ങളുണ്ട്, വിജയപരാജയങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മൾ ചരിത്രം പഠിക്കുന്ന പോലെ, നമ്മൾ ചരിത്രം രചിക്കുന്ന പോലെ പ്രചരിത സ്വഭാവമുള്ള ഒരു ചരിത്രത്തെ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. നമ്മൾ പറയും, എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്, എന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നത്, എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം ലഭിച്ചത്, എന്നാണ് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. നാളും തീയതിയും വെച്ചുകൊണ്ടുള്ള ചരിത്ര അപകീർത്തന രീതിയാണ് നമുക്കുള്ളത്. ഖുർആനിൽ നിങ്ങൾക്ക് നാളും തീയതിയും വെച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര വിവരണവും കാണാൻ കഴിയില്ല. ഖുർആൻ ചരിത്രത്തിന്റെ നാൾവഴി കണക്കുകളല്ല പറയുന്നത്, ചരിത്രത്തിലെ ഗുണപാഠങ്ങളാണ് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഖുർആൻ വിജയത്തെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. നമ്മൾ അറിയുന്ന ചരിത്രം വിജയികളുടെ മാത്രം ചരിത്രമാണ്. പരാജയപ്പെട്ടവർക്ക് ചരിത്രത്തിൽ ഇടമുണ്ടാകാറില്ല. പക്ഷേ ഖുർആൻ വിജയത്തിന്റെ ചരിത്രം പറഞ്ഞു, ഖുർആൻ പരാജയത്തിന്റെ ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ബദറിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉഹദിലുണ്ടായ ഇടർച്ചയെയും വീഴ്ചകളെയും അതിനിശിതമായ നിരൂപണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ നിന്ന് പഠിക്കണം, പരാജയത്തിൽ നിന്ന് പഠിക്കണം. ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം ആരും ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നതാണ്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ആകരുത് എന്നതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് ചരിത്രത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ ആ ചരിത്രത്തെ ലോക മുസ്ലിം സമൂഹം വീണ്ടും ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഈ ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാനും പകർത്താനും ഒരുപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിമി പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര അതിന്റെ തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ്. ശിർക്ക് കൊടികുത്തി വാഴുന്ന ലോകത്ത് ഒരുപാട് ദൈവങ്ങളും ആ ദൈവങ്ങൾക്ക് പുറമെ ആൾ ദൈവങ്ങളും ആ ആൾ ദൈവങ്ങളെ കേന്ദ്രീകരിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളും ഉണ്ടായി. മനുഷ്യൻ ബഹുദൈവത്വത്തിനും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന വൃത്തികെട്ട സംസ്കാരങ്ങൾക്കും അടിമകളായി തീരുന്ന ആ ബഹുദൈവത്വത്തെയും ആൾ ദൈവ സംസ്കാരത്തെയും പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും
ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഏകദൈവ വിശ്വാസം എന്ന ഇബ്രാഹിമി പ്രബോധനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ത്യാഗമാണ്. പ്രിയപ്പെട്ടത് അല്ലാഹുവിന് വേണ്ടി ബലി നൽകാൻ സന്നദ്ധനാകുന്ന ത്യാഗത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ഇബ്രാഹിം. ആ ത്യാഗം ചരിത്രത്തിൽ ഇബ്രാഹിമിൽ തീരുന്നതല്ല, മുഹമ്മദ് നബിയിൽ അവസാനിക്കുന്നതല്ല, ഹുസൈൻ ബിൻ അലിയിൽ അവസാനിച്ചു പോകുന്നതല്ല. ആ ത്യാഗത്തിന് ഈജിപ്തിലെ തഹ്രീർ സ്ക്വയറിലും റാബിയ സ്ക്വയറിലും പുതിയ അവതാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇബ്രാഹിമിന്റെ ത്യാഗത്തിന് ഇന്ന് പത്തരമാറ്റ് തിളക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിന് വർത്തമാന കാലത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിമിന്റെ സമരം നമ്രൂദിനും ആസറിനുമെതിരായിരുന്നു. ഏറ്റവും ക്രൂരനും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരിയായിരുന്നു നമ്രൂദ്. ആ നമ്രൂദിന്റെ പുതിയ അവതാരങ്ങൾ ലോകമെങ്ങുമുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യനെ